നമുക്ക് വേണ്ടിയിട്ട് ഒരു 5 രൂപ കുറയ്ക്കാം, 1.65 ചെയ്യാം. 1.65 നമ്മൾ 15 ദിവസം ചെക്കിംഗ് വാറന്റി കൊടുക്കും. അതായത് കസ്റ്റമർ കൊണ്ടായാലും 15 ദിവസം നമ്മൾ എന്ത് കമ്പനി തീർത്ത് കൊടുക്കും. അത് ഏകദേശം എല്ലാ വണ്ടി. അതായത് ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും ഏകദേശം 4 മാസമായല്ലേ ഷിജിൻ ബ്രോ നമ്മൾ റൈറ്റ് ചോയ്സിൽ വന്നിട്ടുണ്ട്. റൈറ്റ് ചോയ്സിൽ വന്നിടത്തോളം നല്ല ഓഫറിൽ നല്ല ക്വാളിറ്റി വണ്ടി ഫുൾ ഓണിൽ കിട്ടുന്ന അടിപൊളി ഓഫറിലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താ ഷിജിൻ ബ്രോ ഒരു ഉഷാറില്ലാത്തത്? ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം, തുടക്കത്തിൽ തന്നെ പറയാം, മൂപ്പർ ഈ ഒരു ഇതിൽ തന്നെ ആയിരിക്കും. വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്, എന്നാലും ഒരു ഉഷാറായത് നമ്മളെ ചാനലിൽ കൂടിയാണ് അല്ലേ. ഓക്കെ, നമുക്ക് ഓഫർ അല്ലേ ഫസ്റ്റ് വേണ്ടത്? ഓഫർ കാണിച്ച് നമുക്ക് തുടങ്ങാം. 2012 മോനെ എങ്ങോട്ട് തിരിയടാ, 2012 സ്വിഫ്റ്റ് ZDI ഡീസലാണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? 3 ലക്ഷം രൂപ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഐറ്റം വരുന്നുണ്ട് 2011 മോഡല് 1,60,000 രൂപക്ക്. കഴിഞ്ഞിട്ടില്ല 2018 2019 ഫുൾ ഓപ്ഷൻ മാഗ്ന പ്ലസ് ഇയോണ് മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? 2,70,000. ഇനി 2017 സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര? 5 ലക്ഷം റുപ്യക്ക്. ഓഫർ ഒരുപാടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് കാറ്റ് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ പറയാ, 2019 ബ്ലാക്ക് കാറ്റ് ഡീസൽ ക്രെറ്റ എത്രക്ക് ലാസ്റ്റ് ഫൈനൽ? 9.5 ലക്ഷം രൂപ. 9.75 മൂപ്പര് പറഞ്ഞത്. നമ്മൾ ഒരു 25 കൂടി കുറച്ച് 9.5 ലക്ഷം റുപ്യക്ക് മാക്സിമം ഫുൾ ഓൺ. അപ്പം കമന്റ് ഇടയിൽ വരും, ഇതെന്താ കുറപ്പിക്കുക? നമ്മൾ കുറപ്പിക്കും. മാക്സിമം ഓണം സ്പെഷ്യൽ ഓഫറായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചില വണ്ടികൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം പ്രൈസ് കൂടുതലാണ്. ചില വണ്ടി എല്ലാ വണ്ടികളൊന്നുമല്ല, 1-2 വണ്ടികൾ, അത് ക്വാളിറ്റി ഹെവി ക്വാളിറ്റി സാധനങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷിജിൻ ബ്രോ എല്ലാ പ്രാവശ്യം ഈ ഒരു ഷോപ്പിന്റെ ഓഫർ അല്ല, നമ്മളൊരു വേറൊരു ഓഫർ കൂടി കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? നമ്മളെ അണ്ടർ ബോഡി കോട്ടിങ്. ഈ അണ്ടർ ബോഡി കോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കാരണം പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ തുരുമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് അധികം പേർക്കും അറിയില്ല. വണ്ടി വാങ്ങിയിട്ട് പോകും. ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വെറും എത്ര കൊടുക്കാം? നമുക്ക് 500 രൂപ കൊടുക്കുക. അതേപോലെ തന്നെ ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ നമുക്ക് എത്ര കൊടുക്കുക? 1,500 കൊടുക്കുക. സെറാമിക്കിന്റെ ഓഫർ എന്താ ഉണ്ടോ? സെറാമിക്കിന്റെ ഓഫർ ഉണ്ട്. എത്ര കൊടുക്കുക? അതായത് 20,000 രൂപയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് 10,000 രൂപ കൊടുക്കാം. 20,000 രൂപക്ക് ഔട്ട് സൈഡ് ചെയ്യുന്ന സാധനം നമ്മൾ 10,000 രൂപയ്ക്ക്. ഇവിടെ ഉള്ള വണ്ടി അല്ല പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ എടുക്കൂലേ? അതെ എടുക്കാം. അല്ല, അമ്മ അതിനൊരു സ്പെഷ്യൽ ഓഫർ വീണ്ടും കൊടുക്കാം. ഈ 10,000 അല്ലാതെ ഒരു നമുക്കായിട്ട് ട്രാവലിംഗിന്റെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഓഫർ. അതായത് നമുക്ക് ഇനി അതിൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ പോളിഷിംഗ് ഉണ്ട്, അതായത് ടഫ്ലോൺ കോട്ടിങ് 4,500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണതാണ്. അത് നമുക്ക് 2,000 രൂപയ്ക്ക് കൊടുക്കാം. 2,000 രൂപയ്ക്ക് നമ്മൾ ഔട്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ഇതാണ് മൂപ്പരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നും കൂടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒന്നും കൂടി കുറച്ച് തരും. അപ്പോൾ ഷിജിൻ ബ്രോ നമുക്ക് വീഡിയോ തുടങ്ങാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബ്ലാക്ക് ആയിട്ട് തന്നെ തുടങ്ങാം. അതിന്റെ മുമ്പ് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം പെരിന്തൽമണ്ണ പനങ്ങാങ്ങര 38. അപ്പം നമ്മൾ റൈറ്റ് ചോയ്സിലുള്ളത് ഷിജിൻ ബ്രോന്റെ അടുത്താണുള്ളത്. ഒരുപാട് കാറുകളും ഒരുപാട് ക്വാളിറ്റി വണ്ടികളും ഫുൾ ഓൺ കിട്ടുന്ന കാറുകളാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നേരെ വീഡിയോയിലേക്ക്. സ്പെഷ്യൽ ഗീവ് അവേ വരുന്നുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ള ലൈവായിട്ട് ഗീവ് അവേ പ്രഖ്യാപിക്കുകയാണ്. ഒരു 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് വേഗം ഒന്ന് നമ്മളെ ഇൻസ്റ്റാഗ്രാം ട്രാവലിംഗ് മുക്താറിൻ്റെ പേജിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിലൊന്ന് പോയിട്ട് 2 പേരെ മെൻഷൻ ചെയ്താൽ മാത്രം മതി. താഴെ കൊടുത്തിട്ടുള്ള അക്കൗണ്ടുകളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. നാളെ രാത്രി ലൈവ് 8 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വരുന്നതാണ്. ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളായിരിക്കും. നിങ്ങൾ എന്തായാലും പങ്കെടുക്കുക കേട്ടോ. ആരും മിസ്സാക്കേണ്ട. 10,000 രൂപേൻ്റെ ഓഫറാണ്. മുതൽ കാണുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കാറ്റ് കാണുമ്പോൾ വേറെ വണ്ടിയിലേക്കൊന്നും പോകാൻ തോന്നുന്നില്ല. നമ്മൾ ബസ് തന്നെ ഉണ്ടായതിൻ്റെ ക്രെറ്റ എന്നാണ് തുടങ്ങാം. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 മോഡല് E+ ആണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. കിലോമീറ്റർ ആകെ 60,000 ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ഡീസൽ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. നമ്മൾ ചോദിക്കുന്നത് 9.75 ആണ്. നമുക്ക് ഓഫർ പ്രൈസിൽ 9,000 കൊടുക്കാം. 9,000 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? ഒരു 8 രൂപ ലോണോ? 8 രൂപ ലോണും. ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2019 ക്രെറ്റ ഇവിടെ ഇറക്കാം. അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് റിനോൾട്ടിന്റെ കൈഗറാണ്. അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡല്. 2021 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസ്മെന്റ് എന്താണോ? ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഒരു ഡോർ മാത്രം ക്ലെയിമിൽ മാത്രം മാറിയതാണ്. സ്ക്രാച്ച് വന്നിട്ട് കസ്റ്റമർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ ചോദിക്കുന്നത് 5.95 ആണ്. 5,75,000 രൂപയ്ക്ക് നമുക്ക് ഓഫർ പ്രൈസ് 5.75 ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന് ഡാറ്റ്സന്റെ ഗോ പ്ലസ് ഒരു 7 സീറ്റർ വണ്ടി. 2016 മോഡല്. 2016 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ?
70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു 7 സീറ്റർ വണ്ടി, അതായത് ഒരു ഫാമിലി, കുഞ്ഞു ഫാമിലി അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു വണ്ടി. പ്രൈസ് ആണ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന പൈസ 2,75. 2,60,000 കൊടുക്കാം. 2,60,000 ഫൈനൽ ആയിട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന KUV ഏതാ മോഡൽ വരുന്നത്? 2018 മോഡല്, 2018 പ്ലസ് ഹൈബ്രിഡ് വണ്ടി. ഹൈബ്രിഡ് ആണ് വരുന്നത്. അപ്പൊ ഒന്നുകൂടി മൈലേജ് അത്യാവശ്യം കൂടും. എത്ര മൈലേജ് ഇടും? ഒരു 16. ഒരു 16 മൈലേജ്. നോർമൽ ഒരു വണ്ടിക്ക് ഒരു 13-12 കിട്ടണുള്ളൂ. ഇതാവുമ്പോ ഒരു 2% കൂടുള്ളൂ, എന്നാലും 2% കൂടും. ഓക്കെ, അത് അത്യാവശ്യമാണല്ലോ. ഓക്കെ. ഓണർഷിപ്പ് ഒരു സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ ഫൈനൽ വരുന്നത്. നമ്മള് 4,40 ചോദിക്കണേ, 4,25 ഫൈനൽ 4,25 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന i20 ആക്റ്റീവ് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ. 2015 ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. നോ റീപ്ലേസ്മെന്റ്. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുള്ള് കമ്പനി. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ ചോദിക്കുന്നത് 5,30 ആണ്. ലാസ്റ്റ് ഫൈനൽ 5,10 കൊടുക്കാം. 5,10 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന എത്തിയോസ് ആണ് വരുന്നത്. അണോ അല്ലെ കേരള വണ്ടിയാണോ? ഇത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ ആണ് വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. 2014 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, പെട്രോൾ. കിലോമീറ്ററോ? 79,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, അവൈലബിൾ ആണ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. ഈ ഒരു വാഗനർ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡൽ ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? ഇത് AMT ഗിയർ ബോക്സ് അല്ലേ വരുന്നത്? ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4,85,000 ആണ്. 4,70,000 ലാസ്റ്റ് കൊടുക്കാം. 2017 AMT ഗിയർ ബോക്സ് വരുന്ന വാഗനർ നല്ല ക്വാളിറ്റി. 4,70,000 രൂപ ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന മാരുതിന്റെ ബലോൺ ആണ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 70,000 കിലോമീറ്റർ. ഏതാ ഫ്യൂൽ വരുന്നത്? പെട്രോൾ ആണ് വരുന്നത്. 2017 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, അവൈലബിൾ അല്ലേ? ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് ഫൈനൽ? 4,95 ചോദിക്കാം. 4,95,000 ലാസ്റ്റ് ഫൈനൽ ആണോ? നമുക്ക് 4,80 കൊടുക്കാം. 4,80 കൊടുക്കാം. എത്ര വരെ ലോൺ കയറും? 4,5 വരെ ലോൺ കയറും. നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ഇനിയുള്ള ഫൈനൽ പ്രൈസ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. മാക്സിമം ആ ഒരു ഓണം സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ടാവല്ലോ. ഓക്കെ. മാക്സിമം ലോൺ കയറില്ലേ? മാക്സിമം ലോൺ. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ 2012 സ്വിഫ്റ്റ് ഡീസൽ ആണ് വരുന്നത്. ഇത് ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,40. 1,40. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്രോൺ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,400 ആണ്. നമുക്ക് 3 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ 3 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 3 ലക്ഷം കയറും. 3 ലക്ഷം വരെ ലോണും കയറും. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ്. ഏതാ മോഡൽ വരുന്നത്? 2020 മോഡൽ. 2020 ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ മോഡൽ. പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 70,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ് ഫൈനൽ 6 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? 5,80 ലോൺ കയറും. 5,80. അതായത് ഒരു 20,000 ഉണ്ടെങ്കിൽ ഈ ഒരു സ്വിഫ്റ്റ് ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? 18 LXi. 2018 LXi ആണ് വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. കിലോമീറ്റർ ഓടിക്കുന്നത് 75,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് ലാസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ ആണ്. ഫൈനൽ കൊടുത്താൽ മതിയോ? 4,90. 2018 സ്വിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് 4,90. ഇനി അതേപോലെ തന്നെ ഒരു ഇയോൺ വരുന്നുണ്ട്. ഇയോൺ ഒന്നല്ല, 1, 2, 3, 4 ഇയോൺ വരുന്നുണ്ടല്ലേ? ഓക്കെ. ഈ ഒരു ഇയോൺ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 16 മോഡൽ. 2016 മോഡൽ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 40,000. ഏതാ ഓപ്ഷൻ വരുന്നത്? എറാ പ്ലസ്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് 2,40. 2,40,000. ഇനി എന്താ ഫൈനൽ? 2,35 കൊടുക്കാം. 2,35 ഫൈനലായി നമുക്ക് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇയോണോ? 2012 മോഡൽ. 2012 ഓപ്ഷൻ ഏതാ വരുന്നത്? മാഗ്ന പ്ലസ്. ഓണർഷിപ്പ്? സിംഗിൾ. കിലോമീറ്റർ 55,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താ? ഒന്നുമില്ല. പ്രൈസ് ഫൈനൽ പ്രൈസ് പറയണേ. 1,70 കൊടുക്കാം. 1,70. 2012 മാഗ്ന പ്ലസ് 1,70 കൊടുക്കാം. ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ വർക്ക് കുറച്ചെന്താ വർക്ക് നമുക്ക് കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ഇവിടെ പറഞ്ഞു. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമാണ്. അതായത് വേറെ സംഗതി മനസ്സിലായി. വണ്ടി കാര്യങ്ങൾ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആണ് വരുന്നത്. പക്ഷെ ഞമ്മക്ക് വേണ്ടിട്ട്
ഒരു 5 രൂപ കുറയ്ക്കാം, 1.65 ചെയ്യാം. 1.65. 2012 മാഗ്ന പ്ലസ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 5 രൂപ കൂടി നമ്മൾ കുറച്ചിട്ടുണ്ട്. 1.65 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. പക്ഷേ പ്രൈസ് കൂടുതലായിട്ട് ചിലപ്പം തോന്നും, പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നതിൽ തന്നെ പ്രൈസ് ചോദിച്ചിരുന്നു, അതാ വീണ്ടും ഞാൻ കുറപ്പിക്കാൻ കാരണം. പക്ഷെ കണ്ടപ്പോൾ തന്നെ നല്ല ക്വാളിറ്റി വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, അതാണ് ഞാൻ പിന്നെ സംസാരിക്കാത്തത്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് ഒന്നായിട്ടാണ്? 2014 മോഡൽ. 2014 മോഡൽ. ഓൺഷിപ്പോ സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് 3.10 നമുക്ക് 2.90 കൊടുക്കാം. 2.90 കൊടുക്കാം. 14 മോഡൽ. 2014 ഐറ്റമിന് 2.90 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആണോ? ഇത് 2018 മോഡൽ. 2018. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 75,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് 2.5 കൊടുക്കാം. 2.5 ലക്ഷം രൂപ. മാക്സിമം ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഐറ്റം, ഇത് നമ്മൾ 2011 മോഡൽ. 2011 മോഡൽ. ഇതൊരു ഓഫർ പ്രൈസിന് കൊടുക്കുമോ? കൊടുക്കാം. എത്ര ശരിക്കും ഇതിന് ഇട്ട പ്രൈസ് 1.85 നമുക്കിത് 1.60 കിട്ടിയാലും കൊടുക്കും. 1.60 കിട്ടാൻ കൊടുക്കാം. ഓൺഷിപ്പോ സിംഗിൾ ഓണർ. കിലോമീറ്റർ 75,000. ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ 2011 ആയിട്ടാണ് ലാസ്റ്റ് 1.60 അല്ലേ? 1.60 കൊടുക്കാം. ഈ സ്പാർക്കോ? സ്പാർക്ക് 2008 മോഡലാണ് വണ്ടി. എത്ര കൊടുക്കാം നമുക്കൊരു പുതിയ പേപ്പർ എടുത്തല്ലേ? പുതിയ പേപ്പർ എടുത്താ, പുത്തൻ പേപ്പർ. നമുക്കൊരു 80 റുപ്യ കൊടുക്കാം. 2008 സ്പാർക്ക് 80,000 റുപ്യ കൊടുക്കാം അല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 2018 2019 രജിസ്ട്രേഷൻ വരുന്ന ഇയോൺ ആണ് വരുന്നത്. ഇത് മാഗ്ന ആണോ ഇറാ പ്ലസ് ആണോ വരുന്നത്? മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് ഫൈനൽ വരുന്നത് 2.70 കൊടുക്കാം. 2,70,000 ലോൺ കൊടുക്കാം. 2.70 ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2017 കേട്ടൻ. 2017 കേട്ടനാണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് 2.35 3.35 3.4 കൊടുക്കാം. 3.4 കൊടുക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന 800 അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് 2014 മോഡൽ. 2014. ഓൺഷിപ്പോ? ഇത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് 2,35,000 2.20 കൊടുക്കാം. 2.35 ചോദിക്കുന്നത്. 2.20 ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. ഏതാ മോഡൽ പറഞ്ഞത്? 2014. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? KUV 100. KUV ഡീസലും ഉണ്ട് പെട്രോളും ഉണ്ട്. ഡീസലുണ്ട് പെട്രോളും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡീസൽ കാണിച്ചാലോ? ഡീസൽ അങ്ങനെ ഡീറ്റെയിൽസ് 3.95 ചോദിക്കുന്നത്. 2016 ഫുൾ ഓപ്ഷൻ. 2016 ഫുൾ ഓപ്ഷൻ 3.95. ഓൺഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 35,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3.95. 3.80. എത്ര ലോൺ കയറും? 3.4 വരെ ലോൺ. 3.4 വരെ കയറും. ഓക്കെ, ഞാൻ പെട്രോൾ അങ്ങനെ ഡീറ്റെയിൽസ് KUV? 2018. സോറി 2016. ഓൺഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 55 കിലോമീറ്റർ. 55. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 3.30 ലാസ്റ്റ് കൊടുക്കാം. 3.30 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ സ്വിഫ്റ്റ് വരുന്നുണ്ട്. സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2017. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത് നമ്മൾ 5.20 ചോദിക്കുന്ന 5 രൂപയ്ക്ക് ഫൈനലായി കൊടുക്കും. 5 രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ കൊടുക്കുക. 2017 മോഡൽ. ഓക്കെ, ഈ ഒരു വോൾസാന്റെ പോളോ 2019 മോഡൽ വണ്ടിയാണ്. ഡീസൽ ആണോ പെട്രോൾ? പെട്രോൾ. ഓൺഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കംഫർട്ട് ലൈൻ. ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 69,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഒരു ബ്ലൂ, ഒരു അട്രാക്ഷൻ കളറാണ് വോൾസാന്റെ പോളോ. ഇപ്പൊ പയ്യന്മാർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതായത് പെട്രോൾ ആണെങ്കിൽ തന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം മെയിൻ്റെനൻസ് കൂടും. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ 6.35 ഇവിടെ ചോദിക്കുന്നത്. 6.10 6 റൗണ്ട് ആക്കി കൂടാ ചെയ്യുമ്പോ നമുക്ക് ചെയ്യാം. 6 രൂപ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഡൺ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന i20. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഏതാ മോഡൽ വരുന്നത്? 2018-19 രജിസ്ട്രേഷൻ. 18-19 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? സെക്കൻഡ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ. 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 5.95 ആണ്. നമുക്ക് 5.80 കൊടുക്കാം. 5.80 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. എത്ര ലോൺ കയറും? 5.25 ഏകദേശം ഒരു 10,000-20,000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം. സുഖമായിട്ട് ഇറക്കാം അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന കിഡ് നമുക്ക് നോക്കിയാലോ? കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? കിഡ് 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കേട്ടോ. കിഡ് നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത്
55,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 3,45,000 ആണ്. നമുക്കൊരു 3,30,000 എടുത്ത് കൊടുക്കാം. 3,30,000 2017 കിഡ് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഈ ഒരു കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് 2019 മോഡൽ. 2019 മോഡൽ. ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2019 അല്ലേ പറഞ്ഞത്? ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു 3,10 കൊടുക്കാം. 3,10 3 രൂപ ലോണും കയറും. അതായത് ഫുൾ ഓൺ തന്നെ? ഫുൾ ഓൺ തന്നെ. ഓക്കെ, ഈ ഒരു 800 എങ്ങനാ? ഇത് 2016 മോഡല്. 2016. ഓണർഷിപ്പ് ആയിരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 65,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 2,40 കൊടുക്കാം. 2,40 കൊടുക്കാം. 2016 ലാസ്റ്റ് ഫൈനൽ അല്ലേ? ഓക്കെ, ഈ ഒരു ഐറ്റം ഉണ്ടോ? 2017 മോഡൽ ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക്. 4,00 രൂപയ്ക്ക് കൊടുക്കാം. 4,00. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് വരുന്നത് 3rd. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 60 സംതിങ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് 4 ലക്ഷം റുപ്യക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷിജിൻ ബ്രോ രാവിലത്തെ കട്ടൻ ചായ കുടിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരു ഉഷാറ് കാണുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഐറ്റം എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് ബുക്കിംഗ് ആണ്. ഇത് ബുക്കിംഗ് ആണ്. ഇതോ ഈ ഐറ്റം ബുക്കിംഗ് ആണ്. ഇതും ബുക്കിംഗ് ആണ്. ഇതോ ഇതും ബുക്കിംഗ് ആണ്. വണ്ടി. ഓക്കെ, ഇനി നമുക്ക് ആ ബാക്കിൽ ആ കിഡും വരുന്നുണ്ട്, ആൾട്ടോ വരുന്നുണ്ട്. ഈ ആൾട്ടോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2010 LXi. 2010 LXi. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 60,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1,40 കൊടുക്കാം. 1,40. സത്യം പറയട്ടെ ഷിജിൻ ബ്രോ, ഞാൻ പറയാൻ പോണ എന്താ മനസ്സിലായില്ലേ? റേറ്റ് കൂടുതലാണ്. പക്ഷേ ക്വാളിറ്റി അതേമാതിരി ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടിക്കൊക്കെ നമ്മൾ 15 ദിവസം ചെക്കിംഗ് വാറന്റി തന്നെ കൊടുക്കും. അതായത് കസ്റ്റമർ കൊണ്ടായാലും 15 ദിവസം നമ്മൾ എന്ത് കംപ്ലൈന്റ് തീർത്തു കൊടുക്കും. അത് ഏകദേശം എല്ലാ വണ്ടി. അതായത് നമ്മുടെ നിന്ന് കൊണ്ടുപോയിട്ട് 15 ദിവസത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബാറ്ററി ക്ലച്ച് അല്ലാത്ത എന്ത് കംപ്ലൈന്റ് നമ്മൾ തിരിച്ചെടുക്കും. ഷുവർ. അല്ലെങ്കിൽ റെഡി ആയി കൊടുക്കും. ഓക്കെ. ഇനി അതേപോലെ തന്നെ കിഡ് വരുന്നുണ്ട്. കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2016 മോഡല്. 2016. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ 2,15 ചോദിക്കുന്നത് 2 രൂപയ്ക്ക് കൊടുക്കാം. 2 രൂപ കൊടുക്കാം. 2016 കിഡ് 2 ലക്ഷം രൂപ കൊടുക്കാം. ഫുൾ ഓൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഏതാണ്? നെക്സ്റ്റ് കാണിക്കാനുള്ളത് പിന്നെയൊക്കെ വാഷിങ്ങിലെ വണ്ടി.